സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളായ ആമന റസൂലു എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സൂറത്ത് അൽ ബഖറയിലെ 104 ആയത്തായ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം എന്ന ആയത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആമന റസൂല് പറഞ്ഞത്. അപ്പോൾ ആമന റസൂല് മറ്റുള്ള ആയത്തുകൾ പോലെയല്ല, ദിനേന പല തവണ നമ്മൾ പാരായണം ചെയ്യേണ്ട ആയത്തുകളാണ്. ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഒക്കെയുള്ള ഒരു ചില ആയത്തുകളായതുകൊണ്ട് തന്നെ അത് ഒന്ന് പഠിക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആമന റസൂല് പറഞ്ഞു തുടങ്ങിയത്. അപ്പം അതിൽ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വ അലൈഹ മക്തസബത്. അപ്പം അതിൽ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന ആശയം പരിശുദ്ധ ഖുർആനിൽ പ്രധാനമായി 5 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഈ ആയത്ത് കൂടാതെ, നമ്മൾ ഈ പറയുന്ന ആയത്ത് കൂടാതെ 5 സ്ഥലത്ത് വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 5 സ്ഥലം ഏതൊക്കെയാണ്? അത് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിലൊരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ് ഭയങ്കരമായി ആളുകൾക്കിടയിലേക്ക്, കഴിഞ്ഞ ക്ലാസ് ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് ആളുകൾ അത് കേൾക്കുകയും ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് കേൾക്കുകയും പലരും വിളിച്ച് പല രൂപത്തിലും അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് അതിൻ്റെ 2ാമത്തെ ആയത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. നമ്മൾ അൽ ബഖറയിലെ ആ ആയത്ത് നമ്മൾ ഏകദേശം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് പൂർത്തിയാക്കി, ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നുള്ളത്. ഇനി അതിൽ ബാക്കിയുള്ളത് തലാഖുമായി ബന്ധപ്പെട്ട മറ്റ് ചില നിയമങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വേറൊരു വിഷയം വരുമ്പോൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നോ? ഏതാണ് ആയത്ത് പറഞ്ഞത്? ആ ആയത്തിലുള്ളത്. ബാക്കിയുള്ള ഭാഗത്ത് ഇനി ഇവർ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അവർ പിരിയുന്നൊരു പ്രശ്നം വരികയാണ് വിചാരിക്കുക. അത് സാധാരണ നോർമൽ കേസിൽ ഈ ഉമ്മ 2 കൊല്ലം പൂർത്തിയായി കുട്ടിക്ക് മുല കൊടുക്കണം. ആ മുല കൊടുക്കുന്ന കാലത്ത് കുട്ടിയുടെ പിതാവ് മാന്യമായ രൂപത്തിൽ ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഈ പെണ്ണിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി അവർക്കിടയിൽ ഇനി ഒരു വേർപിരിയുന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണെങ്കിൽ, അത് കുട്ടി എന്തെങ്കിലും, ഈ കുട്ടിയുണ്ട് പക്ഷേ അവർ 2 പേരും ദാമ്പത്യ ജീവിതം വേർപിരിയുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ മുലകുടി തീരുന്നത് വരെയുള്ള കാലത്ത് ആ കുട്ടിയെ ആരേൽപ്പിക്കണം? ഉമ്മയെ ഏൽപ്പിക്കണം. അതിനുശേഷം പിന്നീട് ഒരു ശൂറ കൂടിയാലോചനയിലൂടെ ഈ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് വേണ്ടത് എന്നതാണ് ആ ആയത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം. അപ്പോൾ നമ്മളതിലേക്ക്
കടന്നാൽ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളതായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിനി രണ്ടാമത്തെ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നുള്ളത് നമുക്ക് 5 സ്ഥലം പറയാനുണ്ട്. അതിലൊരു സ്ഥലമാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സ്ഥലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തത് സൂറത്ത് അൻആമിലാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ഞാനത് സ്ഥലം പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് മറിച്ചാൽ മതി. അതിൽ പിന്നെ നമ്മൾ ഖുർആനിൽ ഈ ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ആയത്തുൽ കുർസിയെ, അതുപോലെ ആമന റസൂലു, ഇതൊക്കെ പഠിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ചില വലിയ ചില സൂറത്തുകളിൽ ചില ആയത്തുകൾ ഒരു സൂറത്തിൻ്റെ സ്ഥാനം കൊടുത്ത ചില ആയത്തുകളുണ്ടാവും. മനസ്സിലായണ്ട? അതായത് പിന്നെ ഒരു സൂറത്ത്, അൽ ബഖറ, ആൽ ഇംറാൻ, നിസാ, ഓരോ സൂറത്തുകളാണ്. എന്നാൽ ആ സൂറത്തുകളിൽ തന്നെ കൂടുതൽ ആയത്തുകളുള്ള ചില സൂറത്തുകളിൽ ചില ആയത്തുകൾക്ക് ഒരു സൂറത്തിൻ്റെ സ്ഥാനം, അതായത് ഔദും ബിസ്മിയൊന്നും ഉണ്ടാവില്ല. ഒരു സൂറത്താണ് എന്ന് മനസ്സിലാക്കാൻ തുടക്കത്തിൽ ബിസ്മി അവതരിക്കുമ്പോഴാണ് എന്ത് മനസ്സിലാക്കുക, ഇതൊരു പുതിയ സൂറത്താണെന്ന് മനസ്സിലാവുക. അപ്പം ഒരു സൂറത്തിൽ തന്നെ ചില ആയത്തുകൾ, ചില സൂറത്തുകളുടെ സ്ഥാനത്ത് ചില ആയത്തുകൾ വരും. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ആയത്തുൽ കുർസി, ആമന റസൂൽ, ഇതൊക്കെ വരുന്നത് പോലെ വരുന്ന സൂറത്ത് അൻആമിൽ 3 ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ അറിയപ്പെടുന്നത് വസായൽ അഷ്ർ എന്നാണ്. എന്താണ്? വസായൽ അഷ്ർ എന്ന പേരിൽ അറിയപ്പെടും. വസായൽ അഷ്ർ എഴുതി വെച്ചോളൂ. വസായൽ അഷ്ർ എന്നാണ് അതറിയപ്പെടുക. 10 വസീയത്തുകൾ, വസായൽ അഷ്ർ. ഇപ്പോൾ ഖുർആൻ പഠിക്കുന്ന ഒരാൾ പഠിച്ചു വെക്കേണ്ട ചില കാര്യങ്ങൾ, വസായൽ അഷ്ർ, ഖുർആനിലെ 10 വസീയത്തുകൾ ഏതൊക്കെ, ആ വസീയത്തുകൾ ഓർഡറിൽ നമുക്ക് പഠിക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുക, ഇസ്ലാം കാര്യം നമ്മൾ ഓർഡറിൽ പഠിച്ചു അല്ലേ, ഈമാൻ കാര്യങ്ങൾ പഠിച്ചു. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ ചെറിയ പ്രായത്തിലേ കുട്ടികളെ പഠിപ്പിച്ച് എന്തിനാ? ഖുർആനിൽ ഇപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ടോ? ഇല്ല. ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ഒരു സൂറത്തോ ഒരു ആയത്തോ അങ്ങനെ ഒരു ഹെഡിങ്ങോ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ പിന്നെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഇത് ഓർഡറിലാക്കിയത് ആരാണ്? ഇതെന്തിനാണ് ഓർഡറിലാക്കിയത്? പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മളെ മനസ്സിൽ നിൽക്കണം. പ്രധാനപ്പെട്ട, അപ്പോൾ ഓർഡറിൽ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇസ്ലാം കാര്യങ്ങൾ, ഇപ്പോൾ ഷഹാദത്ത് കരീമ, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ എന്ത് ചെയ്യണേ? ഒരു ഓർഡറിൽ നമ്മൾ ഒരു ഓർഡറിലാക്കി പണ്ഡിതന്മാർ ആ ഖുർആനി ഹദീസിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാരെന്താക്കി? ഒരു ഓർഡറിലാക്കിയിട്ട് നമുക്ക് തന്നു. അൽഹംദുലില്ലാ, ഒരു ഓർഡറിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അത് പഠിച്ചു. ഇസ്ലാം ഈമാൻ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു. ഇതുപോലെ നമ്മൾ പഠിക്കേണ്ടതാണ് വസായൽ അഷ്ർ. എന്താണ് വസായൽ? നമ്മളും പഠിക്കണം, നമ്മൾ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആനിലെ 10 വസീയത്തുകൾ, 10 കൽപ്പനകൾ, അതെന്തിന് ഓർഡറിൽ പഠിച്ചു വെക്കണം. അതെന്തിനങ്ങനെ പഠിച്ചു വെക്കണം എന്നതിനാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഇസ്ലാംകാരി ഈമാൻകാരിയൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള കാര്യം അതിനു വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആ വസായൽ അഷ്ർ ഖുർആനിൽ എവിടെയുള്ളത്? ഇപ്പോൾ ആമന റസൂൽ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അൽ ബഖറിൻ്റെ അവസാന ഭാഗത്താണെന്ന് അറിയാം. ആയത്തുൽ കുർസി എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, 55 ആയത്ത് അൽ ബഖറയിൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചത്. ഇതേപോലെ വസായൽ അഷ്ർ എവിടെയാണ്? സൂറത്ത് അൻആമിലാണ്. മറിച്ചോളി. 151 മുതൽ 153 വരെയുള്ള ആയത്തുകളുള്ളത്. 51, 52, 53 ഈ 3 ആയത്തുകളിലാണ് ആ വസിയത്തുകളുള്ളത്. 151, 52, 53 എങ്ങനെ? അതിൻ്റെ എല്ലാം പല സ്ഥലങ്ങളിൽ ഇത് വരുന്നുണ്ട്. എങ്ങനെ?
അതെ. അപ്പോൾ നമുക്കിതൊന്ന് പറഞ്ഞ് ഒരു തവണ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് നസീർക്ക പറയുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ ഇതൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ പഠിക്കുന്ന വിഷയം ഏതാണ്? ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ. അപ്പോൾ അതിൽ ഈ വസിയത്തിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം. അത് നമ്മൾ അതിൻ്റെ പ്രാധാന്യതാണ്. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നെ വസായൽ-അശ്ർ ഒന്നും കൂടി അന്നത്തെ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ 10 വസിയത്തൊന്ന് എഴുതിയെടുക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 155 വരെയുള്ള ആയത്തുകൾ നോക്കണം. 155 വരെയുള്ള ആയത്തുകൾ നോക്കുമ്പോഴാണ് അതിനെ നമ്മളിത് ഖുർആനിൽ എന്തിന് പഠിക്കണം, ഈ വസായൽ-അശ്ർ ഇതിങ്ങനെ പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട ആവശ്യകത എന്താണെന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഓതിക്കൊള്ളി 151 മുതൽ 55 വരെയുള്ള ആയത്തുകൾ. قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون ഇതിലെ ആദ്യത്തെ 3 ആയത്തുകൾ അവസാനിക്കുന്നത് ദാലിക്കും അവസാന ഭാഗം മാത്രം ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകുന്ന വസിയത്താണിത്. പിന്നെ 152 അവസാനം ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും നിങ്ങൾ നന്നായി ആലോചിക്കാൻ വേണ്ടി ഉറ്റാലോചിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകുന്ന വസിയത്താകുന്നു ഇത്. പിന്നെ അടുത്ത ആയത്ത് ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി നിങ്ങൾക്ക് നൽകുന്ന വസിയത്താകുന്നു ഇത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ 3 ആയത്തുകൾ നിങ്ങൾക്ക് നൽകുന്ന വസിയത്താണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ആയത്തുകളിലെ 10 കാര്യങ്ങൾ വസിയത്താണ് എന്ന് പറയാൻ കാരണം. ഈ 10 കാര്യങ്ങളാണ് വസായൽ അശ്ർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആ രൂപത്തിൽ തന്നെ പഠിച്ചു വെക്കണം. ഞാനത് ഓരോന്ന് പറയാം, നിങ്ങൾ നോട്ട് ചെയ്യാൻ. അതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വസീയത്ത് എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്കതിന് വസീയത്ത് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? വസീയത്ത് പറഞ്ഞാൽ ഒരു നല്ല ഉപദേശം,
എന്നതാണ് വസിയ്യത്ത് അല്ലേ. പക്ഷെ നമ്മൾ സാധാരണ വസിയ്യത്ത് പറഞ്ഞാൽ നാട്ടിലെന്താ മനസ്സിലാക്കൽ? മുതലാണ് അല്ലേ. നമ്മൾ വസിയ്യത്ത് പറഞ്ഞാൽ എന്തേ വരുള്ളൂ? മുതലേ വസിയ്യത്ത് വരുള്ളൂ അല്ലേ. എന്നാൽ പ്രവാചകന്മാരൊക്കെ മരണസമയത്ത് കൊടുത്ത വസിയ്യത്ത് ഖുർആനിലുണ്ട്. അത് പ്രവാചകന്മാരെ മക്കൾക്ക് ഇന്ന മോൻക്ക് ഇന്നത്, ഇന്ന മോൻക്ക് ഇന്നത്, ഇന്ന മോൻക്ക് ഇന്നത്, അങ്ങനെ സ്വത്ത് വസിയ്യത്ത് പറയുകയാണോ ചെയ്തത്? ഈ അനന്തരാവകാശികൾക്ക് വസിയ്യത്ത് ഉണ്ടാവില്ല. വസിയ്യത്ത് ആർക്കാ? അനന്തരാവകാശികൾക്ക് വസിയ്യത്ത് ഉണ്ടാവില്ല. അനന്തരാവകാശികൾക്ക് അനന്തര സ്വത്താണുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് സ്വത്ത് കൊടുക്കുക വിചാരിച്ചോളേ. അപ്പം ആണോര് പെണ്ണൂരൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് സ്വത്ത് ഒരിച്ചു കൊടുക്കണീന് ഹദിയ എന്നാ പറയുക. എന്താണ്? അപ്പം എന്ത് ചെയ്യണം? തുല്യമായിട്ട് കൊടുക്കണം. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് ഞാൻ സ്വത്ത് എഴുതി വെക്കുകയാണ്, സ്വത്ത് കൊടുക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കുകയാണ്. മറ്റേത് നമുക്ക് മരിച്ചതിന് ശേഷം എൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, അത് ഓരോന്നും വേണമെങ്കിൽ നമുക്ക് പറഞ്ഞൊക്കെ റെഡിയാക്കി വെക്കാം. മനസ്സിലായില്ലേ? മരിക്കണതിൻ്റെ മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മരിച്ചതിന് ശേഷം, മരിക്കണ വരെ മുതലേ നമ്മൾ തന്നെ, മരിച്ചതിന് ശേഷം ഇപ്പം നമ്മൾ ഒരാൾ മരിച്ചാൽ അയാളെ അനന്തര സ്വത്ത് ബാക്കിയുള്ളവരാണല്ലോ വീതിക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ അയാൾക്ക് തന്നെ എന്താക്കാം. പക്ഷെ അത് അയാൾക്ക് മരിച്ചതിന് ശേഷമുള്ളൂ. അതെന്താണ്? മീറാത്ത്, അനന്തര സ്വത്താണ്. അതേ സമയത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ചില ആൾക്കാർ ഭയങ്കര അബദ്ധം ചെയ്യലുണ്ട്, ശ്രദ്ധിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? മോൻ്റെ പേരിൽ തറവാടും സ്ഥലമൊക്കെ മോൻ്റെ പേരിലാണ്ട് എഴുതി കൊടുക്കും. പിന്നെ അതിൻ്റെ പകുതി അനന്തരാവകാശ സ്വത്ത് കൈകാര്യം ചെയ്യണ മാതിരി ചില ആൾക്കാർ കൈകാര്യം ചെയ്യും. 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ പെൺകുട്ടിയൊക്കെ എന്ത് ചെയ്യും? ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയും ആൺകുട്ടി കൊടുത്തതിൻ്റെ പകുതി ചെയ്യാൻ പാടില്ല. മരിച്ച് ചെന്നാൽ ചോദ്യം ചെയ്യപ്പെടും, ഉത്തരം പറയേണ്ടി വരും. ദീനായിട്ട് മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഹദിയയാണ്. അതെന്ത് ചെയ്യണം? എല്ലാ മക്കൾക്കും ഒരേപോലെ കൊടുക്കണം, എല്ലാവർക്കും. ഇനി വസിയ്യത്ത് ആർക്കാണ്? ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകന് ഇങ്ങനെ ആ സ്ഥലം ആ മകന് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? വസിയ്യത്ത് എഴുതാൻ പാടില്ല. വസിയ്യത്ത് അനന്തരാവകാശികളല്ലാത്ത ആൾക്കാർ. എന്താ അനന്തരാവകാശികളല്ലാത്ത ആൾക്കാർക്ക്? ഇപ്പോൾ എൻ്റെ മകൻ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു മകൻ മരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ മരിച്ചാൽ ഈ മകൻ്റെ മക്കൾക്ക് എന്തുണ്ടാവില്ല? മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്വത്ത് ഉണ്ടാവില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൻ മരിച്ചു. ആ മകന് ആരുണ്ട്? മക്കളുണ്ട്. ആ മക്കൾക്ക് വല്യപ്പാൻ്റെ സ്വത്തിൽ ഉണ്ടാവില്ല, അവകാശം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം ആ മക്കൾക്ക് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? സ്വത്ത് വസിയ്യത്ത് എഴുതി വെക്കണം. എന്നെങ്കിൽ ആ കുട്ടിക്ക് സ്വത്ത് കിട്ടില്ല, അല്ലെങ്കിൽ സ്വത്ത് കിട്ടൂല. വസിയ്യത്ത് എഴുതി വെക്കാതെ ഞാൻ മരിച്ചു പോയാൽ ആ കുട്ടികൾ അനാഥാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. കാരണം അനന്തരാവകാശികൾക്ക് സ്വത്തുമായിട്ട് ഒരു പോവും, ഒരു ഇതുണ്ടാവില്ല, ഒരു കോടതിയിലും കേസുമായിട്ട് കാര്യം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു മോൻ മരിച്ചാൽ ആ മോന് കുട്ടികളുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, കാരണം അത് അപ്പം തന്നെ. കാരണം എന്താ വെച്ചാൽ അടുത്ത സമയത്ത് ഞാൻ മരിക്കുമെന്ന് അറിയില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ മരിക്കണതിന് മുമ്പ് എൻ്റെ മകൻ മരിച്ചാൽ അവന് പിന്നെ അനന്തരാവകാശം ഇല്ല. പിന്നെ ഞാൻ മരിച്ചു, അപ്പം എന്ത് ചെയ്യും? ബാക്കിയുള്ള മക്കളെന്ത് ചെയ്യും? ആ സ്വത്ത് ആ കൈകാര്യം ഏറ്റെടുക്കാം. അപ്പോൾ അത് നിമിഷ സമയങ്ങൾ വ്യത്യാസം മതി, മിനിറ്റുകൾ മതി. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? ആ മക്കൾക്ക് സ്വത്ത് നമ്മൾ എന്ത് ചെയ്യണം? വസിയ്യത്തായിട്ട് എഴുതി വെക്കണം. എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എഴുതി വെക്കണം. അപ്പോൾ വസിയ്യത്ത് എഴുതി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആകെ ഉള്ളതിൻ്റെ 1/3 വസിയ്യത്ത് നിലനിൽക്കും. എഴുതി വെച്ചിട്ടും കാര്യമില്ല ചേട്ടാ. ഇപ്പോൾ ഒരാൾ വാശി തീർക്കാൻ വേണ്ടിയിട്ട് മക്കളോട് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഒരു വാപ്പ എൻ്റെ സ്വത്ത് മുഴുവനും ഞാൻ പള്ളിക്ക് വസിയ്യത്ത് എഴുതി വിചാരിക്കുക. കോടതിയിൽ പോയാൽ ആ വസിയ്യത്ത് എന്ത് ചെയ്യൂല?
നിലക്കൂല. കാരണം നിയമം എന്താണ്? ആകെ സ്വത്തിനെ 3 ആക്കിയിട്ട് 3-ൽ 1 എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 2 ഭാഗം മരിച്ചതിന് ശേഷം അനന്തരം കൊടുക്കേണ്ടതാണ്. എന്താണ് ഇസ്ലാമിൻ്റെ പ്രായോഗികത നിങ്ങൾ വിചാരിച്ച്? ഇസ്ലാം റബ്ബിൻ്റെ റബ്ബാണ് ഇതൊക്കെ. ഈ റബ്ബിൻ്റെ കലാമാണ് ഖുർആനെന്നും റബ്ബ് തന്ന ദീനാണ് ഇസ്ലാം എന്നൊക്കെ മനസ്സിലാക്കാൻ ഇതന്നെ മതി, വേറൊന്നും വേണ്ട. ഇത്രയും സുതാര്യമായിട്ട് എവിടെയും ഒരു പ്രശ്നങ്ങളും വരാത്ത, സ്വത്തിൻ്റെയും മുതലിൻ്റെയും പേരിൽ ഒരു കുടുംബത്തിലും ഒരു പ്രശ്നം വരാത്ത രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ ഇറക്കിയിട്ടുള്ളത്. എവിടെ ഉണ്ടാവില്ല ഇതൊക്കെ പ്രശ്നം. പിന്നെ ഇവിടെ വരുന്ന നിങ്ങൾ ദീനനുസരിച്ചിട്ട് ദീൻ ആൾക്കാർക്ക് അറിയില്ല, ആ ദീനിന് ആൾക്കാർ പ്രാധാന്യം കൊടുക്കണമില്ല, ദീനിനെ പറ്റിയുള്ള ഇൽമും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം. ഇതിൻ്റെ അനന്തരാവകാശമുണ്ടാകുന്നത് ഞാൻ മരിക്കണ സമയത്ത് എൻ്റെ അനന്തരാവകാശികൾ ജീവിച്ചിരിക്കുന്നവരാരാണോ അവർക്കുണ്ടാവുള്ളൂ. അവർക്കില്ലാത്ത അവകാശം ആർക്ക് കിട്ടൂല? മക്കൾക്ക് കിട്ടൂല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി വേറൊരു കാര്യം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി ഒരു വാപ്പാക്ക് 3 മക്കളുണ്ട്. ആ മക്കളിൽ ഒരു മകൻ ഒരു വേണ്ടത്ര ബുദ്ധി വളർച്ച ഇല്ലാത്തൊരു മോനായിരിക്കുക. മറ്റേ മക്കളൊക്കെ ഈ വാപ്പ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് പൈസ ചിലവാക്കി വാപ്പാൻ്റെ സ്വത്തുനിന്ന്. ഈ മകൻ ഒരു ബുദ്ധി വളർച്ച ഇല്ലാത്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. പറഞ്ഞാൽ മനസ്സിലാവണ്ട. അവനെന്ത് ചെയ്യാൻ കഴിയില്ല? അധ്വാനിക്കാനും കഴിയില്ല, ജോലി എടുക്കാനും കഴിയില്ല. മറ്റുള്ളവരൊക്കെ പഠിച്ച് ജോലി കിട്ടി, അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരും പിന്നെ ജോലിക്കാരും പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെയാണ്. അപ്പോൾ ഈ മകന് ഇവരെക്കാൾ കുറച്ച് സമ്പത്ത് കൂടുതൽ കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? റഫീഖിന് മനസ്സിലായിണ്ട? മറ്റുള്ള മക്കളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? ഇവന് ചിലപ്പോൾ ചിലവ് കൂടുതലുണ്ടാവും, ഇവന് അധ്വാനിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കണം. നിയമപരമായിട്ട് ഒരു ഇത് പറ്റുമോ? ഇല്ല. കൂടുതൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഏത് മക്കളാണെങ്കിലും ആ മക്കൾ എത്ര വലിയ മക്കളാണെങ്കിലും ഒരു വാപ്പാൻ്റെ മോൻ വലിയ വാപ്പാനേക്കാൾ വലിയ കോടീശ്വരനാണെങ്കിൽ പോലും സ്വത്ത് ഒരുക്കും എങ്ങനെ പറ്റുള്ളൂ? വളരെ പാവപ്പെട്ടവനാണെങ്കിലും കൃത്യമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ യുക്തി എന്ന് പറയുന്നത്, വസിയത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത്, അപ്പം എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പം ഈ മകൻ ഈ വാപ്പ എന്ത് ചെയ്യേണ്ടി വരും? വസിയത്ത് ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇയാളെ സ്വത്തുനിന്ന് വേണ്ടി വരും. മനസ്സിലാണ്ട പറഞ്ഞത്? ചില കേസുകൾ അങ്ങനെ വരും. അതേപോലെ ഈ മകൻ്റെ കുട്ടികൾ മരിച്ചു. ഈ മരിച്ച മകൻ്റെ മക്കൾക്ക് ചിലപ്പം ഈ പിന്നെ 3-ൽ-1 അല്ലെങ്കിൽ 4-ൽ-1 ഈ ഓഹരി മതിയാവില്ല. ചിലപ്പം അനന്തരാവകാശം ഓഹരി വെക്കുമ്പം കൃത്യമായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 6-ൽ-1 എന്ന് പറഞ്ഞാൽ 6-ൽ-1 പറ്റുള്ളൂ, 8-ൽ-1 പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? കുറേ തോനെ വേണ്ടി വരും. അപ്പം ഈ വസിയത്ത് വേണ്ടി വരും. അപ്പോഴേ കൂടുതൽ കിട്ടുള്ളൂ. ഇനി ഒരു ആചാര്യം, ഇവർക്ക് ഒരുപാട് പറമ്പുണ്ട്. ഈ പറമ്പൊക്കെ നോക്കി നടത്തുന്ന ഒരാളുണ്ട്. ഇയാൾക്ക് പറമ്പുണ്ടായതും പറമ്പിൽ തേങ്ങ ഉണ്ടായതും ഇതൊക്കെ നോക്കിയതാരാണ്? ഒരു അയൽവാസിയായ കാര്യസ്ഥനാണ്. ഈ മക്കളാരും തൊടുക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, മക്കളാരും പറമ്പിൽ പോയില്ല, തെങ്ങിന് വളമിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നോക്കിയൊരു കാര്യസ്ഥ ഉണ്ടാവും. അയാൾക്ക് അനന്തരാവകാശം ഉണ്ടാവുമോ? റഫീഖിന് മനസ്സിലായിണ്ട? ഉണ്ടാവില്ല. പക്ഷേ ഈ സ്വത്തിൻ്റെ ഒക്കെ ശരിക്ക് ഇത്ര ഉണ്ടാകാനും ഇതിൻ്റെ ഒക്കെ കിട്ടാൻ കാരണക്കാരൻ ആരായിരിക്കും? അയാളായിരിക്കും. ഇയാൾ കൂലിയും ഇതൊക്കെ കൊടുക്കുന്നുണ്ടാകും, കൂലി കൊടുത്തിട്ടുണ്ടാകും, ശമ്പളം കൊടുത്ത് പിന്നെ ഇയാൾക്ക് ശമ്പളം കൊടുത്തൊക്കെ നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ ഉള്ളതുകൊണ്ട് ആ വാടകയും ശമ്പളവും കൂലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അയാൾ അനന്തരാവകാശം ആകാത്തത്. പക്ഷേ അങ്ങനെ ഇയാൾക്ക് തോന്നുകയാണ് എന്ത്, ഇത് കുറച്ചെങ്കിലും ആ ഭൂമിൻ്റെ ഒരു മൂലക്കൊരു 10 സെൻറ്റ് ഇയാൾക്ക് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അനന്തരാവകാശം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? അതാണ് ഇതിൻ്റെ പ്രായോഗികത. അവിടെയാണ് ഇസ്ലാം നിൽക്കുന്നത്. അപ്പം മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് സ്വത്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തുല്യമായിട്ട് കൊടുക്കണം. മരിച്ചതിന് ശേഷം വാപ്പാൻ്റെ സ്വത്താണെങ്കിലും ഉമ്മാൻ്റെ സ്വത്താണെങ്കിലും ആണൂരും പെണ്ണൂരും തന്നെയാണ്. വസിയത്തില്ല. വസിയത്ത് ഇങ്ങനെയുള്ള പ്രത്യേക കേസുകളിൽ മാത്രമേ എന്തുള്ളൂ? വസിയത്ത് ബാധകമാവുള്ളൂ. പിന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്ത് ചെയ്യാം? പ്രത്യേക
പ്രത്യേകമായ ചില കാര്യങ്ങൾക്ക്, ചില പ്രത്യേകമായ ചില വിഷയങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്വത്ത് വസിയത്തായിട്ട് പറയാം, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ അനന്തര സ്വത്ത് ഊരി വെക്കുമ്പം ഞാൻ പ്രത്യേക ഒരു വസിയത്ത് ഇന്നാക്ക് പറയുന്നു എന്ന് പറയാൻ പാടില്ല. ഇല്ലല്ല, ബാധകമല്ല. മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ ഞാൻ മരിച്ചതിൻ്റെ സ്വത്തൊക്കെ എല്ലാവർക്കും ഒരേമാതിരി ഊരിച്ചെന്ന് പറയാൻ പാടില്ല. അത് പറഞ്ഞാലും നിലക്കൂല. കാരണം മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സ്വത്തായി. കാരണം ഇയാൾ തെറ്റാ ചെയ്തത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം, തെറ്റിയതല്ല, തെറ്റ് നിലനിൽക്കൂല. കൽപ്പന ഉണ്ട്. കൽപ്പന ഉണ്ട്. ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ മക്കൾക്ക് അനന്തര സ്വത്തല്ല കൊടുക്കേണ്ടത്, എന്താ കൊടുക്കേണ്ടത്, വസിയത്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വസീയത്തിനോട്, വസീയത്ത് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലേക്ക് വരൽ സ്വത്തും മുതലും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ വസീയത്ത് എന്നത് സ്വത്തിനേക്കാൾ മുതലിനേക്കാൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്വത്തും മുതലും മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ വസീയത്ത് എന്താണെന്നറിയോ? ആ മക്കൾ മരിക്കുന്നത് വരെ മുസ്ലിമായി ജീവിച്ചു മരിക്കാനുള്ള വസീയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. കാരണം അത് നിർബന്ധമായി കൊടുക്കേണ്ട വസീയത്താണ്. ഇപ്പോൾ പ്രവാചകന്മാരുടെ സംഭവം ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അവർ ചോദ്യം, അം കുൻതും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബിനെ പറ്റി പറയാൻ കാരണം, യാക്കൂബ് നബിയാണ് ഇസ്രായേൽ എന്നുള്ള പ്രവാചകൻ. ബനി ഇസ്രായേലിലാണ് കൂടുതൽ പ്രവാചകന്മാർ വന്നത്. ആ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് യാക്കൂബ് നബി. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളാണ് ബനു ഇസ്രായേൽ. ആ ബനു ഇസ്രായേലിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യാക്കൂബ് നബിൻ്റെ കാര്യം. എന്നിട്ട് അള്ള ചോദിക്കണം എന്താ അറിയോ? യാക്കൂബ് നബിൻ്റെ കഥ പറയല്ല, ആ ശൈലി നോക്കി. അം കുൻതും ശുഹദാ, നിങ്ങൾ സാക്ഷികളായിരുന്നോ? എപ്പം? യാക്കൂബ് നബിക്ക് മരണം ഹാജറായപ്പം നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കണത്. ആ ചോദ്യത്തിന് ഉത്തരം എന്താ? അവിടെ ഒരു വസിയത്ത് പറയേണ്ട വാപ്പ മക്കൾക്ക് കൊടുക്കണം വസിയത്ത് പറയാനാണ് ആ ചോദിക്കണത്. ആ വസിയത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടുക്കണോ? നിങ്ങൾ ആരെയും കണ്ടുക്കണം? നിങ്ങൾ ആർക്കെങ്കിലും അറിയോ എന്നാ ചോദിക്കണത്. എന്താ വസിയത്ത്? മക്കളെ, ഇന്നല്ലാഹു ഇസ്തഫാലക്കുമുദ്ദീന, ഈ ദീന് അള്ളാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച ദീനാണ്. ഫലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിം, മുസ്ലിമായിട്ടുള്ള നിങ്ങൾ മരിക്കാൻ ഇടവരരുത്. ഈ വസിയത്ത് വാപ്പ എന്നുള്ള നിലക്ക് നമ്മളെ മക്കൾക്ക് കൊടുത്തണോ? ഉമ്മ എന്നുള്ള നിലക്ക് നമ്മൾ കൊടുത്തണോ? നമ്മൾ സ്വത്ത് മുതലിൻ്റെയും കാര്യത്തിലെ പിന്നാലെ മണ്ടുക, മക്കൾക്കും അത് മതി അല്ലേ? എന്നാൽ നിർബന്ധമായും ഈ വസിയത്ത് നമ്മളെ മക്കൾക്ക് കൊടുത്തിരിക്കണം, മറന്നു പോകരുത്. അപ്പം ഈ ആയത്ത് ആരെ വസിയത്താ? ആരെ വസിയത്താ? അള്ളാഹുവിൻ്റെ വസിയത്താണിത്. അള്ളാഹുവിൻ്റെ വസിയത്ത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. നമ്മൾ സാധാരണ ഒരു വാപ്പാൻ്റെ ഉപദേശം, ഉമ്മാൻ്റെ ഉപദേശം എന്ന് പറഞ്ഞേക്കാൾ അത് വാപ്പാൻ്റെ വസിയത്താണ് കേട്ടോ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? അതിനൊരു ഗൗരവം ഉണ്ടല്ലോ. ആ ഗൗരവം അള്ളാഹുവിൻ്റെ വസിയത്തിന് ഉണ്ടായിരിക്കണം. ആ വസിയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ധിക്കരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ആയത്തിൽ ഒന്നാമത്തെ വസിയത്ത്, നിങ്ങൾ ആ 10 വസിയത്ത് ഇങ്ങനെ ഓർഡറിൽ എഴുതിക്കോളൂ, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വസിയത്ത് അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, അല്ലാ തുശ്രികൂ ബിഹി ഷൈആ. ഒരു ഖുർആനിലെ ആയത്തിലുണ്ട്. കുൽ നബിയെ പറയുക, ഞാൻ അർത്ഥം പെട്ടെന്ന് പറയാം. താലു, നിങ്ങൾ വരിക, അത്തിലും ഞാൻ ഓതിത്തരാം. മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് പവിത്രമാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വരി താലു, അങ്ങനെ കടന്നു വരൂ, നിങ്ങൾക്ക് ഞാൻ അള്ളാഹു തആല പവിത്രമാക്കിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ ശൈലി അതാണ്. ഒന്ന്, അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഒന്നാമത്തെ വസിയത്ത് അതാ, ഷിർക്ക് ചെയ്യരുത്. ഇതിലൊക്കെ കുറേ പഠിക്കാണ്ടിട്ടാ. ശരിക്കെന്താ വേണ്ടത് വസിയത്ത്? അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നല്ലേ? അല്ലേ? ആ ഈമാൻ കാര്യങ്ങളൊന്നെന്താ? അള്ളാഹു അല്ലാതെ മറ്റാരും ആരാധനക്കർഹനല്ല. ഇസ്ലാം കാര്യങ്ങളൊന്നും അത് തന്നെയാണ് അല്ലേ? ഞാനതിന് സാക്ഷിയാണ്. പക്ഷെ വസീയത്ത്, അതിൻ്റെ ഘടന മനസ്സിലാക്കണം. വസീയത്ത് ഒന്ന്, നിങ്ങൾ ഷിർക്ക് ചെയ്യരുത് എന്നാ.
എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്. അതാണ് വസിയ്യത്തിൻ്റെ ശൈലി. അതാണ് ഒരു കൽപ്പനയുടെ ശൈലിയും ഒരു വിരോധത്തിൻ്റെ ശൈലിയും വസിയ്യത്തിൻ്റെ ശൈലിയും വ്യത്യാസമുണ്ട്. അത് ആ പറയുന്ന കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാകും. നമ്മളെ ജീവിതത്തിലും ഇത് പറയുമ്പം അതിനൊരു ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകും. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോൾ ഒന്നാമത്തെ വസിയത്ത് അല്ലാ തുശ്രികു ബിഹി ഷൈഅ. 2 വബിൽ വാലിദൈനി ഇഹ്സാന. 2 വബിൽ വാലിദൈനി ഇഹ്സാന. വസായിൽ അഷ്റിൽ 2 വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ എന്താണെന്നറിയല്ലോ? എന്താ ഇഹ്സാൻ? അപ്പം വാപ്പാക്കും ഉമ്മാക്ക് നന്മ ചെയ്യണതിന് ഇഹ്സാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ ബോധിപ്പിക്കാൻ വേണ്ടി വാപ്പാക്കും ഉമ്മാക്കും ഒരാൾ എന്ത് ചെയ്യണ്ട? ഒരു നന്മയും ചെയ്യണ്ട. ആൾക്കാർ പറയുന്ന വിചാരിച്ചിട്ടോ കുടുംബക്കാർ പറയുന്ന വിചാരിച്ചിട്ടോ നാട്ടുകാർ പറയുന്ന വിചാരിച്ചിട്ടോ കേൾക്കണ്ട, ചെയ്യണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തൊരു നന്മ എടുത്ത് പറയും വേണ്ട. പാപ്പാനെ ഞാൻ അത്ര കാലം നോക്കിയില്ല, അമ്മാനെ ഞാൻ അത്ര കാലം നോക്കിയില്ല എന്ന് പറയുകയും ചെയ്യണ്ട. വബിൽ വാലിദൈനി ഇഹ്സാൻ. ഇനി 3 എഴുതിക്കോളൂ. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ്. 3-ാമത്തത് വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ്. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ്. അതാണ് 3-ാമത്തെ. ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലരുത്. ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലരുത്. ഈ ഇംലാക്ക് എന്ന് പറയുമ്പോൾ വേറെയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് ഇപ്പം അള്ളാഹ് തന്ന വസിയത്തൊക്കെ നമുക്കും ജനങ്ങൾക്കും ഒക്കെ ഉള്ള വസിയത്താണ്. ഈ കുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പച്ചക്ക് കുട്ടികളെ കൊല്ലണം കാലമായിരുന്നു. ഇപ്പം അങ്ങനല്ല. ഇപ്പം ഒരു ചെറിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടർമാർ ഇപ്പോൾ ഈ ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലണത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ദാരിദ്ര്യം പട്ടിണിയെ ഭയന്ന് പറഞ്ഞാൽ പട്ടിണിയെ ഭയന്നുകൊണ്ട് മാത്രമല്ല, ഇവിടെ ഇംലാക്ക് എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇംലാക്ക് ഇപ്പോൾ ഒരു കുട്ടി ഭാരമാകുമോ എന്ന് തോന്നിയാൽ ആ കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല്ലുക. ഇപ്പോൾ ഈ കുട്ടിക്ക് ഗർഭത്തിൻ്റെ ഒരു 2 മാസം ഒക്കെ അല്ലെങ്കിൽ ഒരു 1.5 മാസം 2 മാസം 3 മാസം കാണുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു പുതിയ ഇതിൽ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ ഇപ്പോൾ വർദ്ധിച്ച് വരുന്നത് നോക്കിയിട്ട് പറയും ഈ കുട്ടീൻ്റെ മൂക്കിന് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഒരു ഇതുണ്ട്. അപ്പം ഈ കുട്ടി ചിലപ്പം കുട്ടി വലുതായാലും എന്ത് ചെയ്യും, കുട്ടിക്ക് ബുദ്ധി വളർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കേണ്ട താമസം എന്ത് ചെയ്യും, പലരും കൊണ്ടുപോയിട്ട് കുട്ടിയെ ഒഴിവാക്കും. അത് കൊല്ലൽ തന്നെയാണ്, കുട്ടീനെ കൊല്ലൽ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന 4-ാം മാസത്തിലല്ലേ റൂഹിടുക, 4-ാം മാസത്തിലല്ലേ റൂഹിടുക, അപ്പം റൂഹ് ഇട്ടതിന് ശേഷമല്ലേ ജീവനുള്ളൂ, അതിന് ശേഷം കൊല്ലുമ്പോഴല്ലേ പ്രശ്നമല്ല. ഈ നുത്ഫത്തിന് വരെ ജീവനുണ്ട്, അതറിയോ? നുത്ഫത്തിന് വരെ ജീവനുണ്ട്. നുത്ഫത്തായിട്ട് അവന് അലക്കത്ത് മുതത്തൊക്കെ ആകണത്. അപ്പം കുറച്ചെണ്ണം കാത്തുനിന്നാലൊക്കെ ശരിയാവും. അതിന് കാത്തുക്കാൻ ആൾക്കാർക്ക് എന്തില്ല, ക്ഷമല്ല, പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഇത് എന്തിനത് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പം വിവാഹം കഴിഞ്ഞ് 4-5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇത് പറയുമ്പോഴത്തേനും ഈ കുട്ടിക്ക് കുട്ടിക്ക് വൈകല്യം ഉണ്ടാവും, കുട്ടിക്ക് ബുദ്ധിവളർച്ച ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പം നമുക്ക് ഈ കുട്ടി ഭാരമായിട്ട് തോന്നുകയാണ്, നമുക്ക് ഇടങ്ങേറാകുമെന്ന് തോന്നുകയാണ്. അപ്പോൾ വേഗം നശിപ്പിക്കാം. പക്ഷെ അള്ളാഹു ചിലപ്പോൾ നമുക്ക് സ്വർഗം തരാനായിരിക്കും എന്ത് ചെയ്യുക, ഒന്നിനെ അള്ളാഹ് ചിലപ്പോൾ അങ്ങനെ ആക്കി തരണം. എന്തിനായിരിക്കും? നമുക്ക് സ്വർഗം ഉറപ്പുവരുത്താനായി കാരണം.
കാരണം ആ കുട്ടീനെ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധി വളർച്ച ഇല്ലാത്ത അംഗവൈകല്യമുള്ളൊരു കുട്ടി പേരെയുണ്ടെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും ചിലപ്പം സാധാരണ എല്ലാവരും വാപ്പാരിമാരും പോലെ എല്ലാ മക്കളും നല്ല ആരോഗ്യമൊക്കെ ഉള്ള മക്കളുടെ വാപ്പാമ്മയും പോണ മാതിരി പോകാനും കല്യാണം സൽക്കാരും കുടുംബത്തിൽ പങ്കെടുന്ന് ചിലപ്പോൾ പറ്റിക്കോളന്നില്ല. ഒരുപാട് ക്ഷമ വേണ്ടി വരും. നല്ലോണം ക്ഷമിക്കും. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ കേസ് വർദ്ധിച്ചു വരിക. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഏതോ ഒരു മന്ത്രി തന്നെ എന്തുകൊണ്ട് പിന്നെ ഒരു ഇത് ഞാൻ കേട്ടു. എന്താണെന്ന് വെച്ചാൽ പിന്നെ മന്ത്രിയല്ല, നമ്മളെ ഈ ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഒരു വ്യക്തിനെ പറയാൻ കാരണം കേട്ടോ, ഇത് രാഷ്ട്രീയമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. അദ്ദേഹം ഒരു പാർലമെൻറ്ററി ഒരു മെമ്പറാണ്. അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഇത് പഠിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കിട്ടിയ മാതാപിതാക്കൾ ആ കുട്ടികളെ കുറേ കാലം ആ കുട്ടികളെ പോറ്റി വളർത്തിയിട്ട് ആ കുട്ടികളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാണ്. ആ കേസ് വർദ്ധിച്ചു വരികയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് ചെറിയ പ്രായത്തിലൊക്കെ ആ ഇടങ്ങേറുള്ള സമയത്തൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് പിന്നെ കുട്ടികൾ വലുതായി വലിയ കുട്ടികളായതിനു ശേഷം ഇവർ ചിന്തിക്കുക ഞങ്ങൾ മരിച്ചാൽ ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ ഞങ്ങൾ ഈ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയെ പെരയിലുണ്ടെങ്കിൽ ഞങ്ങൾ മരിച്ചാൽ ഈ കുട്ടികൾ ആര് നോക്കും, ബാക്കിയുള്ളവർക്ക് ഭാരാവൂലേ എന്ന് ചിന്തിച്ചിട്ട് ആ കുട്ടികളെ കൊന്നിട്ട് ഈ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യാണ്. ആ കേസ് വർദ്ധിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടത് അടുത്ത ദിവസം. കാരണം അദ്ദേഹം പറയാണ് അതിന് എതിരിൽ നിയമ നടപടികളും അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായ ആളുകൾ അവരെ രക്ഷിതാക്കളും കൂടെ നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും കാര്യങ്ങളുമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയണത്. അപ്പോൾ അതൊരു വലിയ രാജ്യവ്യാപകമായ ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് അള്ളാഹ് അതിൻ്റെ ബാക്കി പറഞ്ഞത്. ഞാനീ പറഞ്ഞത് ആര് നോക്കും, നഹ്നു ബാക്കി വായിക്കുക, നഹ്നു നർസുഖുഹും, നിങ്ങൾക്കും അവർക്കും റിസ്ക് എൻ്റെ കയ്യിലാണ്. നിങ്ങൾക്ക് കുട്ടികളെ തന്നത് ആരാ? നിങ്ങൾക്ക് ജീവിച്ചാൽ മരിച്ചു പോയാൽ മതി. അതിന് ശേഷം ആര് നോക്കുമെന്ന് ചിന്തിക്കണ്ട. കാരണം അത് ആരാണ് നിയന്ത്രിക്കണത്? റബ്ബാണ്. ആ റബ്ബ് അതിനൊരു മാർഗം കണ്ടെത്തും. പിന്നെ എന്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലണം, ചെയ്യാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ ഉപദേശം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സമയമില്ല. 9 മണിക്ക് അടുത്ത ക്ലാസ് തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചോദ്യം ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മറുപടി അടുത്ത ക്ലാസ്സിൽ ഇത് കുറച്ച് വിശദമായിട്ട് പറയേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയും വിവേകവും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കലാം യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രകാരം അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ സൂറത്താത്ത ഇന്ന് ക്ലാസ്സിന് വന്നിട്ടുണ്ട്. നമ്മളവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹു തആല അവർക്ക് കൂടുതൽ ആഫിയത്തിനെയും ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹു തആല ശമനവും ഷിഫായിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും വേദനയേറിയ മാരകമായ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ആഫിയത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അടുത്ത ക്ലാസ്സിൽ തരണം.